ഇവിടെ എത്തിയപ്പോൾ എന്നോട് അവർ പറഞ്ഞു ജാക്കറ്റ് ഇടണമെന്ന്. നമുക്കറിയാം ഒസി ടോക്സി വിദേശ രാജ്യങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, അതായത് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും ടൂർ പോകുന്നതും ഓളുടേതായ ഒരു തനത് ഡ്രസ്സിങ്ങിൽ, അതായത് മോഡേൺ ഡ്രസ്സാണ് ഓള് അധികവും ധരിക്കാറ്. ഓളുടെ ആരാധകർക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളതും അത് തന്നെയാണ്. അത്തരത്തിൽ ഡ്രസ്സ് ധരിച്ച് വിവിധ രാജ്യങ്ങളിൽ പോകുന്നത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു രീതിയിലുള്ള ഒരു റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡ്രസ്സ് ധരിച്ച് മാത്രമേ ഇവിടെ വരാൻ പാടുള്ളൂ, ഓളുടെ ഡ്രസ്സ് മാറ്റണമെന്നൊന്നും ഇതുവരെ ഒരു രാജ്യക്കാരും പറഞ്ഞിട്ടില്ല. എന്നാൽ ഏറെ ദുഃഖകരമായ ഒരു ന്യൂസാണ് ദുബായിൽ നിന്ന് വരുന്നത്. ദുബായിൽ നിന്നും ഓൾ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ, അതായത് ദുബായ്, എനിക്ക് തോന്നുന്നത് ഏതോ പള്ളിയാണെന്നാണ് ചില കമന്റുകളിൽ വരുന്നത്. ഷേഖ് സായിദ് മോസ്കാണെന്ന് അറിയില്ല. ദുബായിലല്ലോ ഷേഖ് സായിദ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ദുബായിൽ എക്സ്പോ നടക്കുന്ന ഏതോ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ ചെന്നപ്പോൾ സ്ലീവ്ലെസ് ഡ്രസ്സ് ധരിച്ചാണ് ചെന്നിരിക്കുന്നത്. ഈ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഉള്ളിൽ കടക്കാൻ കഴിയില്ല. ഈ ഡ്രസ്സ് അലൗഡ് അല്ല. ഇതിനു മുകളിൽ ഒരു ജാക്കറ്റ് എങ്കിലും മിനിമം ധരിക്കണമെന്ന് ദുബായ് പോലീസ് പറഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? വസ്ത്രധാരണത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണോ ദുബായ് പോലീസ് നടത്തിയിരിക്കുന്നത്? ഇവിടെ എത്തിയപ്പോൾ എന്നോട് അവർ പറഞ്ഞു ജാക്കറ്റ് ഇടണമെന്ന്. ഞാൻ അവിടെ നിൽക്കുന്ന പെണ്ണിനോട് പറഞ്ഞു, ഞാൻ ഈ സ്ലീവ്ലെസ്സിലെ വിയർത്തോണ്ടിരിക്കുക, പ്ലീസ്, ഐ എം എ ഫീഡിംഗ് മദർ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. വളരെ നിരാശാജനകമായ ഒരു പരിപാടി തന്നെയാണ്. ദുബായ് പോലീസിനോളെ മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല. ലൈവ് പ്രസവം വീഡിയോ 74 ലക്ഷം ആൾക്കാർ കണ്ടതാണ്. അതറിയില്ല എന്ന് പറയുന്നത് പോലെ കള്ളക്കളി തന്നെ ആയിരിക്കും. ഓളെ മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല, എന്നാലും അവിടുത്തെ നിയമം അനുസരിപ്പിക്കാൻ ഓളെ പുഷ് ചെയ്യുന്നതാണ് കണ്ടത്. അതായത് ഓള് പറഞ്ഞ് ഞാനൊരു ഫീഡിംഗ് മദറാണ് എന്ന് പറഞ്ഞിട്ട് കൂടി ഈ ഡ്രസ് അലൗഡല്ല, ഇതിന് മുകളിൽ ഒരു ജാക്കറ്റ് ഇട്ട് മാത്രമേ ഉള്ളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ എന്ന് ദുബായ് പോലീസ് പറഞ്ഞത് ഏറെ നിരാശാജനകം. അല്ല, സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി എന്നൊരു പരിഗണന വേണ്ട. കൃഷ്ണകുമാർജിയുടെ ആ ഒരു അഡ്രസ്സിന്റെ ഒരു പരിഗണന അതെങ്കിലും നൽകാമായിരുന്നു. കൃഷ്ണകുമാർജിയെയും അറിയത്തില്ലെന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്താ ഈ രീതിയിൽ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ ഓസിമോളോട് പെരുമാറിയത് ദുബായ് പോലീസ്? ഇത് നമ്മൾ അങ്ങനെ കണ്ണടക്കേണ്ട കാര്യമാണോ? കാരണം ഇവിടെ ഭയങ്കര ചൂട്, എല്ലാരും തണുപ്പെന്നൊക്കെ പറഞ്ഞു വന്നാൽ എനിക്ക് ഭയങ്കര ചൂട് എടുക്കുന്നു കേട്ടോ. എക്സ്ട്രാ ചൂട് എടുക്കുന്നു. എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്രയും ചൂടിലാണ് ഞാൻ നിൽക്കുന്നത്. ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ളൊരു ചൂട് നമുക്കറിയാം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ചൂടാണ്. അതായത് ഹോമകുണ്ടത്തിൽ ഇരിക്കുന്ന കണക്ക് കുണ്ടിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ തീയിട്ട് കൊടുക്കുന്ന ഒരു ഫീലാണ്. അത്രയധികം ചൂട്. ചില സമയം 105, ഒരുപക്ഷെ 150 വരെ പോയേക്കാം. ആ രീതിയിലുള്ള ചൂടാണ്. ഓവർ ഹീറ്റ് ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥയാണ് പൊതുവെ ഫീൽ ചെയ്യുന്നത്. നമുക്ക് നാട്ടിലൊക്കെ ഉള്ള സ്ത്രീകൾ ചിലപ്പോൾ നമ്മൾ കാണാനായിട്ടാണ് ആണുങ്ങൾ, ചില പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ തുണിയെല്ലാം കഴിച്ചതിന് ശേഷമാണ് ഫീഡ് ചെയ്യുന്നത്. കാരണം അത്രമാത്രം ചൂടാണ്. ചൂട് കൊണ്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ താൻ ഫീഡ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കൂടി ആ ഒരു സ്ഥലത്ത് ഫീഡ് ചെയ്യുന്നത് ആരും വന്നിട്ടില്ല. ഓസിമോൾ മാത്രമാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കൂടി ഒരു പരിഗണന കൊടുത്തില്ല എന്ന് പറയുന്നത് ഏറെ നിരാശാജനകമായ ഒരു പ്രവൃത്തി തന്നെയാണ്. അശ്വിൻ എന്ന് പറയുന്ന ആ ഒരു പഹയം പോലും പറയുന്നുണ്ട് ഫീഡ് ചെയ്യുമ്പോൾ വലിയ ചൂടുണ്ട്. ഊനിക്ക് പോലും അത്രയും നല്ലൊരു ഹസ്ബൻഡാണ് ഓൻ. ആ ഒരു ചൂടും ആ ഒരു ബുദ്ധിമുട്ടും മനസ്സിലാക്കിയ ഒരു പഹയനാണ്. അപ്പൊ ഓൻ സപ്പോർട്ട് ചെയ്ത് പറയുകയാണ് ഫീഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ചൂട്, ഈ ഡ്രസ് ഇട്ടുകൊണ്ട് ഓളെ കടത്തി വിടണമെന്ന് പറഞ്ഞിട്ട് ഓല് കേട്ടില്ല. ഒരു ജാക്കറ്റ് ഇടിയിപ്പിച്ച് മാത്രമാണ് ഓളെ ഉള്ളി കടത്തിയത്. അപ്പൊ വന്ന ഉടനെ എന്റെ അടുത്ത് ജാക്കറ്റ് ഇടാൻ പറഞ്ഞു. ഞാൻ മറ്റേ ഞാൻ ഫുൾ പാൻ്റൊക്കെ ഇട്ട് വളരെ എന്റെ സാധാരണ രീതി വെച്ച് നോക്കുമ്പോൾ മോഡസ്റ്റ് ആസ് ഹെല്ലേഴ്സ് ആണ് ഞാൻ വന്നേക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് എന്നെ അങ്ങ് കൊന്നു കളഞ്ഞു. ഒന്ന് ആലോചിച്ച് വെക്കുക, ഓള് മാന്യമായ രീതിയിൽ സാധാരണ നിലയ്ക്ക് മാലിയിലും പല സ്ഥലങ്ങളിലും ഒക്കെ പോയ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇതൊരു പവിത്രമായ സ്ഥലമാണ്. ഒന്നുകിൽ പള്ളിയായിരിക്കാം, എന്തോ അറിയില്ല. എക്സ്പോയ്ക്കകത്തുള്ള എന്തെങ്കിലും പള്ളിയോ മതപരമായ എന്തോ കലാപരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലായതുകൊണ്ട് മാന്യമായ രീതിയിൽ ഡ്രസ്സ് ധരിച്ചു വന്നിട്ടും മറ്റേ കണക്കത്തുള്ള ഓള് സാധാരണ നിലയ്ക്ക് പോകുന്ന ഡ്രസ്സ് ഇട്ട് പോയായിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ എന്താവുമായിരുന്നു? ഓളെ ജയിലിൽ പിടിച്ചിട്ട് തന്നെ 10 കൊല്ലം ആ രീതിയിലേക്ക് പോയനെ. ആ രീതിയിൽ ഓളുടെ വസ്ത്രധാരണത്തിൽ ദുബായ് പോലീസ് കടന്നു കയറി എന്നുള്ളത് ഒരിക്കലും വളരെ നിന്ദ്യം എന്ന് തന്നെ പറയാം. അതായത് ഓളുടെ ഒരു സ്റ്റാറ്റസും അവർ മുഖവിലേക്ക് എടുത്തില്ല. ഓളുടെ ലൈവ് പ്രസവം, 74,000 പേര് കണ്ട പ്രസവം, കൃഷ്ണകുമാർജിയുടെ ആ ഒരു മേൽവിലാസം, ഓളുടെ ഓസി ടോക്സി എന്ന് പറയുന്ന ആ ഒരു മേൽവിലാസം, ഓളുടെ ആ ഒരു എന്താ പറയാ വാണിജ്യ ശൃംഖല, ഇതൊന്നും മുഖവിലേക്ക് എടുക്കാതെ ഒരു കൊന്നു കളഞ്ഞെന്നാണ് പറയുന്നത്. അതായത് കൊല്ലുന്നതിന് തുല്യം ആ രീതിയിൽ അവഹേളിച്ച് ഓളെ നിർബന്ധിച്ച് ജാക്കറ്റ് ഇടിയിപ്പിച്ചെന്നാണ് പറയുന്നത്. ഏറെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. ഓസിയുടെ ആരാധകർ കമന്റ് ബോക്സിൽ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. ദുബായ് ഗവൺമെന്റിനെതിരെ പൊട്ടിത്തെറിച്ചു. യൂറോപ്പിലാണെങ്കിൽ ഈ പ്രശ്നമില്ല. യൂറോപ്പിൽ ഒരുപാട് തവണ തങ്ങളുടെ ഇഷ്ടതാരം പോയതാണ്, അവിടെയൊന്നും ഇതുണ്ടായില്ല. നിങ്ങൾ ഈ കാണിച്ചത് അങ്ങേയറ്റം തോന്നിവാസമാണെന്നാണ് ഓസിയുടെ ആരാധകർ പറയുന്നത്. അങ്ങനെ തൽക്കാലം റാണിച്ചിട്ട് ജാക്കറ്റ് അകത്ത് കയറി
കയറി ഉടനെ ഞാൻ ജാക്കറ്റ് എടുത്ത് വെളയെ കളഞ്ഞു. പറ്റില്ല, എന്നെ കൊണ്ട് പറ്റണില്ല. അത് ഇമ്മിണി റോങ് ആയി പോയോ എന്നൊരു സംശയം. അതായത് ദുബായ് ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് ഈ പറഞ്ഞ ജാക്കറ്റ് ഇട്ടുകൊണ്ട് മാത്രമേ അതിനുള്ളിൽ കയറാൻ കഴിയുള്ളൂ. അത്തരത്തിൽ ജാക്കറ്റ് ഇടിയിപ്പിച്ച് ഓളെ അകത്തേട്ട് കയറ്റി വിടുന്നു. അതിനുശേഷം അകത്ത് കയറിയതിനു ശേഷം അറബി പോലീസിന്റെ കണ്ണ് വെട്ടിച്ച്, ഓലെ കണ്ണിൽ പെട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല, അറബി പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ജാക്കറ്റ് ഊരിക്കളഞ്ഞതിന് ശേഷം താൻ എങ്ങനെയാണോ വന്നത് അതേപടിക്ക് അവിടെ നടക്കുന്നു. അതെല്ലാം പോട്ടെ, അറബി പോലീസ് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ആ കാര്യം വീഡിയോയിലൂടെ ഓള് അവിടെയാണ് ഇപ്പോഴും നിൽക്കുന്നതെന്ന് തോന്നുന്നത്, ദുബായിൽ തന്നെയാണുള്ളത്. ദുബായിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു പരിപാടി താൻ ചെയ്തു. ദുബായില് ഒരു നിയമലംഘനം നടത്തിയെന്ന് ഓള് വീഡിയോയിലൂടെ തുറന്ന് സംഭവിച്ചിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. മിക്കവാറും ദുബായ് പോലീസ് ഇത് കാണുവാണെങ്കിൽ, അറബി പോലീസിന് മലയാളം അറിയത്തില്ല, ഓൾക്ക് വ്ളോഗ് കാണുന്നവരാണ്, ഓളുടെ വ്ളോഗിന് അഡിക്റ്റ് ആയിട്ടുള്ളവരുണ്ട്. എന്നാൽ പോലും മലയാളം അറിയാത്തതുകൊണ്ട് പൂർണ്ണമായും മനസ്സിലാക്കിയെടുക്കാൻ ഒരുപക്ഷെ അറബി വ്യൂവേഴ്സിന് കഴിയാത്തത് കൊണ്ടായിരിക്കാം ഇതുവരെ പിടിക്കപ്പെടാത്തത്. പക്ഷെ വരും ദിവസങ്ങളിൽ ഒരു വിവാദമായേക്കാം. ഇത് പിടിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഒരു വലിയ നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത്. അതായത് ദുബായിൽ ഇതുപോലുള്ള ചെറിയ നിയമലംഘനം നടത്തിയാൽ പോലും അവര് പിടിക്കും, അകത്തിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതായത് ദുബായിലെ നിയമം ലംഘിച്ചതിന് ശേഷം താനത് ലംഘിച്ചിരിക്കുന്നു എന്ന് വലിയ സന്തോഷത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പങ്കുവെക്കുകയാണ് ഓസിമോൾ. ഈ ഒരു വിഷയത്തിൽ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, വസ്ത്രധാരണമൊക്കെ ഓരോരോ ഇഷ്ടമാണ്. പക്ഷെ ഈ ആരാധനാലയങ്ങൾ ഇവിടെ എവിടെയാണെന്ന് പോയെന്നറിയില്ല, ഇതുപോലുള്ള ചില സ്ഥലങ്ങളുണ്ട്. കന്യാകുമാരി ചെരുപ്പിട്ട് കയറാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. നമുക്ക് ആർക്കെങ്കിലും ചെരുപ്പിട്ടുകൊണ്ട് കയറി കഴിഞ്ഞാൽ അവർ അലോ ചെയ്യും. അതുപോലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വേറെ ഡ്രസ് കോഡ് ഉണ്ട്. ഓരോ ക്ഷേത്രത്തിലും ഓരോ ആരാധനാലയങ്ങളിലൊക്കെ ഡ്രസ് കോഡ് ഉണ്ട്. അത് വളരെ നല്ല കാര്യമാണെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം നമ്മൾ ഈ ആരാധനാലയങ്ങളിൽ പോകുന്നത്, നമ്മൾ എങ്ങനത്തുള്ള ആൾക്കാരും ആയിക്കോട്ടെ, പല ചിന്തകളും ഈ പറഞ്ഞ കണക്ക് പല കാര്യങ്ങളും തെറ്റുകളും ഒക്കെ ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാരായാൽ പോലും ആ സമയമെങ്കിലും, ആ ഒരു പർട്ടിക്കുലർ ടൈമെങ്കിലും കുറച്ച് ഏകാഗ്രത കിട്ടാൻ വേണ്ടി ദുർചിന്തകളൊക്കെ മാറ്റിവെച്ച് നമ്മൾ ഒരു പക്ഷേ പ്രാർത്ഥനയിൽ മുഴുകുന്ന സമയത്ത്, ആ സമയമെങ്കിലും പ്രാർത്ഥനയിൽ മുഴുകണമല്ലോ, ഈ രീതിയിൽ പെണ്ണുങ്ങൾ കയറി വരുന്നത്, പെണ്ണുങ്ങൾ കയറി വന്ന് ഈ പറഞ്ഞ കുണ്ടിയും അമ്മഞ്ഞയൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്ന, ഡ്രസ്സും കൊണ്ട് നടക്കുന്നത് അത്ര സുഖകരമായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മുടെ ശ്രദ്ധ ഒരുപക്ഷെ ആരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയേക്കാം. പ്രായഭേദമന്യേ ആളുകൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അതുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ ഒരു ഡ്രസ് കോഡ് ഇല്ലെങ്കിൽ കൂടി ഒരു സാമാന്യ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുക. ഇവിടെ ഓസിമോളുടെ കാര്യത്തിൽ വലിയ തിരിച്ചടി തന്നെയാണ്. അതെന്താണ് ഓസിമോളെ കർശനമായി വിലക്കാനുള്ള കാരണമെന്ന് ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ട് പിടികിട്ടിയിട്ടില്ല. ധാരാളം കമന്റുകൾ വരുന്നുണ്ട് ഈ വീഡിയോയുടെ താഴെ. ഒരുപാട് പേര് ഓസിക്ക് എതിരും പറയുന്നുണ്ട്, ദുബായ് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നും പറയുന്നുണ്ട്. എന്നാൽ ഓസിയുടെ ആരാധകർ ശക്തമായ രീതിയിൽ എതിർക്കുകയാണ്, പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ കാണുന്നത്? ഓസിമോൾക്ക്, നമ്മുടെ സെലിബ്രിറ്റിയായ ഒരു പെൺകുട്ടിയാണ്, ഓൾക്ക് ഈ ഒരു അവസ്ഥ വന്നതിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.